ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റിന്റെ വിജയമാണ് ഇന്നലെ നേടിയത്. യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയും മലയാളി താരം സഞ്ജു സാംസണും തകർത്താടിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ 132 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ 13-ാം ഓവറിൽ മറികടക്കുകയായിരുന്നു. 33 പന്തിൽ 79 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയും 26 റൺസ് നേടിയ സഞ്ജുവും ചേർന്നാണ് ടീം ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ വിജയമൊരുക്കിയത്. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടാത്തതിന്റെ ഒരു രോക്ഷം തന്നെ സഞ്ജുവിന്റെ ബാറ്റിംഗിൽ പ്രകടമായിരുന്നു. ഇംഗ്ലീഷ് പേസർ അറ്റ്കിൻസന്റെ ഒരു ഓവറിൽ തലങ്ങും വിലങ്ങും സഞ്ജു ബൗണ്ടറി നേടിയത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ബാറ്റിംഗ് ദുഷ്കരമായി തോന്നിച്ച പിച്ചിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച തുടക്കമാണ് സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന് നൽകിയത്. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും തകർത്താടിയ മലയാളി താരം സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെയും കളം തെറിഞ്ഞ് കളിച്ചപ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡ് തുടക്കത്തിൽ തന്നെ കുതിക്കുകയായിരുന്നു. രണ്ടാം ഓവറിൽ 4 4-ഉം 1 6-ഉം അടക്കം 22 റൺസാണ് സഞ്ജു നേടിയത്. ഇംഗ്ലണ്ടിന്റെ മികച്ച പേസ് ബോളറായ അറ്റ്കിൻസിനെതിരെയാണ് സഞ്ജു ഇത്തരം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എളുപ്പത്തിൽ സ്കോർ ചലിപ്പിച്ച താരം ഒടുവിൽ ആർച്ചറിന്റെ പന്തിൽ ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്. 26 റൺസായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നത്. സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ BCCI മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വരെ വിവാദങ്ങൾ നിലനിൽക്കെ എല്ലാത്തിനുമുള്ള ഒരു മറുപടിയായിരുന്നു സഞ്ജുവിന്റെ ഈഡൻ ഗാർഡൻസിലെ ഇന്നിംഗ്സ്. തന്റെ ഓരോ ഷോട്ടിലും വിമർശകർക്കുള്ള മറുപടി തന്നെയാണ് ഇവിടെ സഞ്ജു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സഞ്ജുവിന്റെ പ്രകടനത്തെ വിലയിരുത്തിയ ശേഷം കോച്ച് ഗൗതം ഗംഭീർ മികച്ച അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ മത്സരം കഴിയുന്തോറും അവൻ തന്റേതായ മികവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോട്ടുകൾക്ക് കൂടുതൽ ആക്യുറസി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിനും തീർച്ചയായിട്ടും സഞ്ജുവിന്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്നും മത്സരശേഷം ഗൗതം ഗംഭീർ പറഞ്ഞിരുന്നു. സഞ്ജുവിനൊപ്പമുള്ള ബാറ്റിംഗ് താൻ ഏറെ ആസ്വദിച്ചെന്നാണ് കൂടെ ബാറ്റ് ചെയ്ത അഭിഷേക് ശർമ്മ പറഞ്ഞത്. സഞ്ജു അപ്പുറത്തുള്ളത് തനിക്ക് ഏറെ ധൈര്യം നൽകിയിട്ടുണ്ട് എന്നും തന്റെ ഇന്നിംഗ്സിൽ സഞ്ജുവിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നുവെന്നും മത്സരശേഷം അഭിഷേക് ശർമ്മയും പ്രതികരിച്ചിരുന്നു. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ടീം സെലക്ഷന് ശേഷം ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ എല്ലാവിധ അമർഷവും സഞ്ജു ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഇപ്പോൾ തീർത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.